വിവേക്, എന്താണ് കുട്ടികൾക്ക് തുണി വാങ്ങിയ കാശ് അച്ഛനും കൊടുത്തേക്ക്. എടോ, ഞാനെന്താ ആളെ കളിയാക്കാണോ? എന്ത് കഷ്ടാ വിവേക് ഇത്. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഇത് വീടാണോ അതോ ജയിലോ? എടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ രീതികൾ. അച്ഛൻ്റെ അടുത്ത് പറയാതെ ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ പറ്റൂല. പണ്ട് മുതലുള്ള ശീലമാണ്. അച്ഛൻ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും ഞങ്ങളെ പട്ടാള ചിട്ടയിലാണ് വളർത്തിയത്. വിവേക്, ചിട്ടേ ശീലമൊക്കെ നല്ല തന്നെയാ. ഞങ്ങളെ അങ്ങനെയൊക്കെ തന്നെ വളർത്തിയത്. പക്ഷെ ഇവിടെ ഇത് എന്തൊക്കെ രീതികളാ? ഇക്കണക്കിന് നാളെ എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ അതിനും അച്ഛനെ സമീപിക്കണോ? എടോ, താൻ പേടിക്കണ്ട. നമുക്ക് അച്ഛൻ അറിയാതെ. അറിയാതെയോ? വിവേക് എന്തൊക്കെയാ പറയുന്നേ? താൻ പഴയ കൊച്ചുകുട്ടിയല്ല. താൻ ഇപ്പൊ എന്റെ ഭർത്താവാ. നാളെ ഒരു അച്ഛനാവേണ്ടതാ. ഇതിനൊക്കെ എന്നാ ഇനി ഒരു മാറ്റം ഉണ്ടാവുന്നത്? എടോ, ഇതൊക്കെ എനിക്കും അറിയാം. പക്ഷെ അച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാൻ ആ ഫ്രണ്ടിൽ ചെന്ന് ആ മുഖത്ത് നോക്കുമ്പോഴേ എൻ്റെ ധൈര്യമെല്ലാം ചോർന്നു. അയ്യേ, എന്തൊക്കെയാ വിവേക് ഈ പറയുന്നേ? ഒന്നുമില്ലെങ്കിൽ താനൊരു പുരുഷനല്ലേ? പേടി ബഹുമാനം ഒക്കെ വേണം. പക്ഷെ ഇതൊരുമാതിരി എന്തൊക്കെ സ്വപ്നം കണ്ടോണ്ടാ ഞാൻ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് വന്നതെന്നറിയോ? എന്റെ വിധി. എടോ, താൻ ഇങ്ങനൊന്നും പറയല്ലേ, എല്ലാം ശരിയാവും. ചെല്ല്, ഇല്ലെങ്കിൽ ചിലപ്പോ അടി കിട്ടും.